ഗസ്റ്റുകൾ എത്തുന്നു, ഗസ്റ്റുകളെ ഇരുത്തുന്നു, അത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 20 വർഷത്തിന് ശേഷം അത് അത്തരം ചർച്ചകളുടെ ഒരു നിലവാരം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ വളരെ ദയനീയമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമെല്ലാം നിൽക്കുന്നു. ചർച്ചകൾ കണ്ടാൽ മതിയോ മലയാളിക്ക്, അതോ വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടുള്ള അവലോകനങ്ങൾ മാധ്യമ സമൂഹത്തിൽ നിന്ന് കാണണോ എന്ന് ചോദിച്ചാൽ അതും മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി മാറിയിരിക്കുന്നു. കുത്ത്, കൊല, വെട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാനും നല്ല കാര്യങ്ങൾ പറയുന്നതൊന്നും കാണണ്ട എന്നുള്ളതുമാണ്. സ്വാഭാവികമായിട്ടും അതൊരു പ്രോഗ്രാമിന് റേറ്റിംഗ് ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെ പരസ്യക്കാരൻ മാറും, ആ പ്രോഗ്രാം ഇല്ലാതാകും. മറിച്ച് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം മറ്റതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് സ്വാഭാവികമായ മാധ്യമ മാനേജ്മെൻറ്റ് എത്തുകയും ചെയ്യും. അങ്ങനെ മാധ്യമ മാനേജ്മെൻറ്റുകൾ എത്തി ഈ വർത്തമാനത്തിൻ്റെ രീതി അങ്ങ് മാറി. ഞാൻ കണ്ട കാഴ്ചകൾ ഒന്ന്, എനിക്ക് എന്നെ തന്നെ അലസപ്പെടുത്തിയ ഒരു കാഴ്ചയാണ്. ഏത് വാർത്ത നമ്മൾ കൊടുക്കണം എന്ന് ചോദിക്കുമ്പോൾ അത് പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ട വാർത്ത കൊടുക്കണം എന്ന് മാർക്കറ്റ് നമ്മളോട് പറയുമ്പോൾ ആ വാർത്ത ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു വിഭാഗമായി മാത്രമേ ഞാൻ മാധ്യമപ്രവർത്തകരെ കാണുന്നുള്ളൂ. അതിൻ്റെ കാരണം 2 രീതികളുണ്ട്. നല്ല വാർത്ത എന്നൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതായത് സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാശനിർഭരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത നല്ല രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, മാതൃകയാക്കേണ്ട കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുക എന്ന രീതിയിൽ നല്ല വാർത്ത ചെയ്തു.